എനിക്കാരും കാണിച്ചു പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു പ്രഭിൻ്റെ കാര്യമായിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചോറും കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റ് ഇരുന്നിട്ടാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ 1-2 ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി എല്ലാവരും എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ ചേച്ചി എന്താ ചേച്ചി ചെയ്യാത്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന അവരുടെ ഫാമിലിക്കകത്തുണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ നിങ്ങൾ കണ്ടല്ലോ. ഫസ്റ്റ് തുടങ്ങിയപ്പം തന്നെ ചേച്ചിയും അനിയത്തിയും കൂടെ ഉണ്ടായിരുന്ന ചെറിയ വഴക്കുകൾ അത് കുറച്ച് വലുതായപ്പോൾ ഉണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഇട്ടതായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവർ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ആ ഒരു ഇത് ഒന്നി പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ചാനൽ കയറി നോക്കിയപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ഒരു ഇതുണ്ട്. കാരണം ഇവരുടെ സ്വന്തം ചാനലാണ്, നല്ല രീതിയിൽ ഓടുന്ന ചാനലാണ്. അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വരുമാനമുണ്ട്. ഈ RJ ബിൻസി എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിന് പറയുമ്പോൾ കുട്ടിയെ ഞാൻ അധികം അങ്ങനെ കാണുന്നില്ല. അവളുടെ ആ ഒരു വ്ളോഗൊന്നും ഞാൻ അങ്ങനെ കാണുന്നതല്ല. പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ അവൾക്ക് ഈ ഒരു അനിയത്തി കുട്ടിക്കാണെന്ന് തോന്നുന്നു, അതോ അവളെ ചാച്ചനാണോ അറിയില്ല, ഒരു ബൈക്ക് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീൽസൊക്കെ നല്ല വൈറലായതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ ചില വീഡിയോസൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും അവർ വ്ളോഗ് ഇടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കരമായിട്ടും നല്ല രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ്. പല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു വീഡിയോസ് എടുക്കുന്ന സമയത്ത് നല്ല സ്നേഹത്തിലായിരിക്കും, പിന്നെ അവരുടെ റിയൽ ജീവിതം വരുമ്പോൾ എന്തെങ്കിലും തട്ടിമുട്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞെങ്കിലും, പക്ഷേ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ RJ ബിൻസി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു അഹങ്കാരമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, മോഡലിംഗ് ആണ്. എന്തായാലും അവളുടേതായിട്ടുള്ള ആ ഒരു സ്വഭാവം അവൾ അമ്മ തന്നെ പറയും. കുറച്ച് കാര്യങ്ങളായിട്ട് തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും അതിൽ ചെറിയ കാര്യങ്ങൾ അതിൽ സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു കുട്ടിയുടെ ഈ ഒരു അനുഭവം കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും ആ കുട്ടിയുടെ അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കെ, വായോ. ഈ RJ ബിൻസി എന്ന് പറയുന്നവരുണ്ടല്ല, എന്റെ മോളാണ്. ഇവിടെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയുന്നുണ്ട്. എല്ലാ ചെറുക്കന്മാരും ഇത് കേട്ടോണം കേട്ടോ. രാവിലെ എഴുതേക്കത്തില്ല, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, വീട്ടിൽ നിൽക്കുന്ന കുറച്ചു പോലെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോ മാത്രമാണ് പൊട്ടിയടിച്ച് ഇങ്ങനെ അവൾ ഇറങ്ങി വരുന്നത്. അവളെ പോലെ ഒരു ഭൂലോക പിശുക്ക് ഈ ലോകത്ത് കാണത്തില്ല. പല്ല് തേക്കുന്ന പേസ്റ്റ് പഠിക്കാൻ പറഞ്ഞ അവള് ഞെക്കിപ്പിച്ചത് നീയൊക്കെ അറിയാതെങ്ങനോട് വഴക്കിട്ടാണല്ലോ. അവള് തലയെ പറിച്ചോണ്ട് പോകും, ഫോണും തോണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ ഈ കിടപ്പ. ഒരു കട്ടൻ ചായ ഒരു വെക്കാനോ ഒക്കെ അറിയത്തില്ല. ഉറക്കത്തിനെ വിളിച്ച നിങ്ങളുടെ കാട്ടി തീരുമാനം. കുളിക്കാനായിട്ട് ഒരു സോപ്പ് പോലും സ്വന്തമായിട്ട് അവള് മേടിക്കത്തില്ല. എന്റെ പൊന്നു മക്കളെ, റീലെടുക്കാൻ അറിയാവുന്നവർക്കാണ് മുൻഗണന എന്നാണ് പറയുന്നത്. അവളുണ്ടല്ല ശരിക്കും കഷ്ടപ്പെടും. പക്ഷെ എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ കെർവിന്റെ അകത്ത് വെള്ളമെല്ലാം നിറച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് എല്ലാം കെട്ടിപ്പെറുക്കിയാണ് അവള് പോകുന്നത്. അവള് കഥ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കണം. അതിന്റെ ഇടയ്ക്കെങ്ങാനും എഴുന്നേറ്റ് പോയാ വീണ്ടും തുടക്കം തൊട്ട് നമ്മൾ കേൾക്കണം. 50,000 രൂപേന്റെ 1,00,000 രൂപ തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾ പോയില്ലേട്ടാ. RJ ബിൻസിയുടെ അമ്മയെന്ന നിലയിൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടല്ലോ അല്ലേ? RJ ബിൻസിയുടെ അമ്മയുടെ ചെറിയൊരു വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവരുടെ ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാൽ അറിയാം കേട്ടോ. ബിൻസി ഇപ്പം അവളെ കല്യാണ ചെറുക്കനുമായിട്ടുള്ള ചെറിയ രീതിയിൽ എനിക്ക് ഇന്ന രീതിയിലുള്ള ചെറുക്കനെ വേണം, ജോലി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ചെറുക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ആ അമ്മ മകളെ കുറിച്ചുള്ളത്. അപ്പോൾ വെറും തമാശ രീതിയിലാണ് അത് ചെയ്യുന്നതെങ്കിലും
ചില കാര്യങ്ങൾ അതിൽ സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്ക് മകളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കുമല്ലോ. അപ്പം ആർക്കായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ സ്വഭാവം നമുക്ക് അമ്മമാർക്ക് അച്ഛനും അല്ലേ കൂടുതൽ അറിയാമല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ മോനും മോളും എന്ന് എനിക്കല്ലേ കൂടുതൽ അറിയൂ, നാട്ടുകാർക്ക് അറിയത്തില്ല. അതുപോലെ അമ്മയുടെ ചെറിയ ചെറിയ തമാശയും കുറുമ്പും അതിൽ കുറച്ച് സത്യവും പിന്നെ കുറുമ്പും എല്ലാം കൂടെ കയറ്റിയെടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എണീക്കാനൊക്കെ വൈകുന്ന കൂട്ടത്തിലാണ്, കഥ പറയുന്ന കൂട്ടത്തിലാണ് അവളുടേതായിട്ടുള്ള ആ ഒരു കാര്യം. കാരണം അവളാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെറിയൊരു അഹങ്കാരം, എല്ലാ കാര്യങ്ങളും അവൾക്കുണ്ട്. പിന്നെ അനിയത്തിയുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായ എൻ്റെ പേരിൽ, ചെറുതല്ല ഇച്ചിരി വലുതായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവരെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് അവളെ ചാച്ചനോ അമ്മയോ ആണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവിടെ അവരും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വേറൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യമെന്ന് പറയാൻ നമ്മൾ മക്കൾ തല്ലുകൂടുന്ന സമയത്ത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് പിടിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അവരച്ഛനും അമ്മയും മാത്രമേ ആ വീട്ടിലുള്ള മക്കളും, എന്നാലും അത് പിടിച്ച് മാറ്റേണ്ട സമയത്ത് അവർ മാറ്റിയിട്ടില്ല. അവിടെ ആ കുട്ടി ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടിയുടെ ഒരു ഇതുകൂടെ കുട്ടി പറയുന്നതും കൂടെ ഒന്നും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കുറെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ വായിച്ചു വീട് കളിക്കുന്നു. കുറെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ വായിച്ചു നോക്കി വീഡിയോ കണ്ടു മാത്രം എന്റെ ഉപദ്രവിച്ചു എന്റെ പേര്. അതെ, ആ കുട്ടി പറഞ്ഞ കേട്ടല്ലോ, ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ തോളത്ത് ഇവിടെയൊക്കെ അത് കാണിക്കുന്നുണ്ട്, കടിച്ച് പറിച്ച് കൈയെല്ലാം സത്യം പറഞ്ഞ് നല്ല വേദന, നല്ല അനങ്ങാൻ പറ്റാത്ത ഒരു മാനസിക വെപ്രാളത്തിൽ ഈ കുട്ടി ചെയ്തു പോയ ഒരു അബദ്ധമാണ് കേട്ടോ. വീട്ടിൽ നടന്നത് പബ്ലിക്കിലേക്ക് കൊണ്ടിട്ടതും അല്ലാത്തൊരു അബദ്ധം തന്നെ. ഇപ്പം എന്തായാലും ആ ഒരു പേര് എന്തായാലും കടന്ന് കറങ്ങുന്നുണ്ട്. വളരെ മോശമാണ് ബിൻസി. ഞാൻ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന എല്ലാ വീടുകളിലുള്ളതാണ്. ബിൻസിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മക്കളെ സാക്ഷിക്കുക, അത് മൂത്തതായാലും ഇളയതായാലും അവർ കൊണ്ടുവരുന്ന ആ ഒരു ഏണിനെ കരുതി അവർ ശിക്ഷിക്കാതെ ഇരിക്കരുത്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അമ്മയാണ്, അമ്മയും അച്ഛനുമായിട്ടാണ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ആ കുട്ടിക്ക് അത്രയും വേദന കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇട്ടത്. അപ്പോൾ തന്നെ ആരണ്ടോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കാര്യങ്ങൾ ഈ ലോകത്ത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വരാൻ തലയിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും മാറ്റാൻ കഴിയില്ലല്ലോ. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനില്ല. ഇത് കുടുംബത്തിനകത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ബിൻസി ഇതിനോട് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായി. സ്വന്തം കൂടപ്പിറപ്പാണ്. എത്ര നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്നാലും എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഇതുപോലെ ചെയ്യാൻ പാടില്ല. നമുക്ക് തല്ലുകൂടാം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാം, എല്ലാം ചെയ്യാം. അത് സഹോദരങ്ങളാണ്. എന്നാലേ അവിടെ ഒരു സഹോദര ബന്ധം നിലനിൽക്കുള്ളൂ. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയോ എന്നെനിക്കൊരു ചെറിയൊരു സംശയം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.